നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതൊക്കെ പോട്ടെ, ഗൗതമിന്റെ ആക്സിഡന്റ് എങ്ങനെയാ ഉണ്ടായത്? അവിടെ നീ എങ്ങനെയാ വന്നത് പറ. ആക്സിഡന്റ് അതാരോ ഗൗതമിന്റെ കാറിന്റെ ബ്രേക്ക് ഊരി വിട്ടതായിരുന്നു. ആക്സിഡന്റ് ആയത് ഞാൻ കണ്ടതാ. അവിടുന്ന് ഞാൻ ആശുപത്രി കൊണ്ടുപോയത്. അല്ല, ഇവിടെ വരുന്നതിന് മുന്നേ നീ എവിടെയായിരുന്നു താമസിച്ചിരുന്നേ? എന്തായാലും താമസിക്കാൻ ഒരു ഇടം വേണമല്ലോ. ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ വീട് എവിടെയാണെന്ന് മോ തുറന്നങ്ങോട്ട് പറ. നോക്കം മുറിക്കാൻ പറഞ്ഞപ്പോ എന്റെ കാല് തന്നെ വെട്ടിമുറിക്കുന്നോടി. അയ്യോ ശിവാനി, എന്ത് അഹങ്കാരം നീ കാണിക്കുന്നേ? ഇവള് നിർമ്മല ആന്റിയെ കൊണ്ട് നഖം വെട്ടിച്ചു, എന്നിട്ട് കാല് മുറിഞ്ഞു എന്ന് പറഞ്ഞ് ഈ പാവത്തിന് പിടിച്ച് തള്ളിയിട്ടിരിക്കുന്നു. എന്താ ശിവാനി, എന്താ പ്രശ്നം? പ്രണവേ, എന്റെ നാക്കൊന്ന് വെട്ടിത്തരുമെന്ന് ചോദിച്ച ദേഷ്യത്തിന് എന്റെ സ്കിന്നും കൂടി ചേർത്ത് വെച്ച് കട്ട് ചെയ്തു. അതിനും ഞാനൊന്ന് ദേഷ്യപ്പെട്ടു പോയി. അതിനെ ഇവളെന്നെ തല്ലാൻ വരുന്നത്. എന്താ ഏട്ടത്തി ഇത്? ദേഷ്യപ്പെട്ടതൊന്നുമല്ല, പിടിച്ച് തള്ളുമായിരുന്നു ഇവള്. അല്ല, എന്താ നിന്റെ നഖം നിനക്ക് തനിച്ച് വെട്ടാൻ അറിയില്ലേ? അതൊക്കെ എന്റെ ഇഷ്ടം. അതിൽ നീ കയറി ഇടപെടണ്ട. എന്താ ഇവിടെ നഖം വെട്ടില്ലേ? വെട്ടിയില്ല, എന്താ കുഴപ്പം? പറയുന്ന ജോലിയൊക്കെ ചെയ്യാനാ ശമ്പളം കൊടുത്ത് വീട്ടിലൊരു വേലക്കാരിയെ വെച്ചിരിക്കുന്നത്, അല്ലാതെ രാജ്ഞിയായിട്ട് വായിക്കാനല്ല. വേലക്കാരി എന്ന് പറയുമ്പോ നിനക്ക് എന്താ ഇത്ര പുച്ഛം? ആരായാലും കേറി അവളെ ഇവിടെന്നൊക്കെ ചുമ്മാ വിളിക്കുന്നതേ നല്ലതിനല്ല. ഇതാരാണെന്ന് പോലും നിനക്കറിയില്ലല്ലോ. അതാണ് ഈ ഐറ്റം ഇവിടെ വന്ന സമയം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ആരാണ് ഇവള്? അത് പറ. ആരാണെന്ന് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് നിനക്കത് അറിയാവുന്ന ഒരു അർത്ഥം കൂടി ഉണ്ടല്ലോ. പറഞ്ഞതാ, ആരാ ഇവള്? പറയേ. കേൾക്കട്ടെ. അതെ, ആരാണെന്ന് അറിയൂന്ന് ചോദിച്ചത് വേറെ ഉദ്ദേശത്തോടെയൊന്നുമല്ല. നിന്റെ എന്റെയും പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതിലും മുതിർന്ന മക്കൾ ഈ ആന്റിക്ക് ഉണ്ടാവുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും അതിന്റെ പേരിൽ നീ ഇവിടെ ഉണ്ടാക്കിയെടുക്കണ്ട. എന്തുകൊണ്ട് സംശയിക്കാൻ പാടില്ല? സംശയിക്കേണ്ട കാര്യങ്ങൾ സംശയിക്കുക തന്നെ ചെയ്യും. അത് പാടില്ല എന്ന് പറയാൻ നീ ആരാ? നീ എന്തിനാ ഒരു വീട്ടു വേലക്കാരിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന്റെ അർത്ഥം എന്താ? നിന്റെ പെരുമാറ്റം, അൺവാണ്ടഡ് ആയ ഇടപെടലുകൾ, അത് തന്നെയാ ഞങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നത്. സത്യത്തില് ഇവളിവിടുത്തെ വേലക്കാരിയാണോ അതോ വേലക്കാരിയായി വേഷം കെട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന നിന്റെ ബന്ധു എങ്ങാനും ആണോ? അത് മാത്രല്ല ആന്റി, 2 കോഫിയും കൊണ്ട് ഇവള് ഗൗതമിന്റെ മുറിയിലേക്ക് പോയിട്ട് നേരെ എത്രയെന്നറിയോ? 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവള് തിരികെ വന്നത്. കോഫി കൊണ്ട് കൊടുക്കാൻ പോയ ഒരു സെർവന്റിന് അത്രയും നേരം നിധിയുടെയും ഗൗതമിന്റെ മുറിയിൽ എന്തായിരുന്നു പണി? അത്രയും നേരം സംസാരിക്കാൻ ഇവർക്ക് എന്ത് വിഷയമായിരിക്കും ഉണ്ടായിരിക്കുക? അതെന്താ ചോദിക്കാൻ പാടില്ലേ? ചോദിച്ചാൽ തല്ലാൻ വരുവോ? ഇത്രയൊക്കെ ഇവിടെ സംസാരിച്ചിട്ട് ആന്റി എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്ന? ഒരു മറുപടി പറയാ ആന്റി. ഞാൻ സംശയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതുകൊണ്ടല്ലേ ഇവളിവിടെ വേണ്ടെന്ന് കൊണ്ടുവന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പൊ കാരണം നീയാണ്. നിന്നെ ഇവിടെ നിർത്തിയേ പറ്റൂന്ന് ഗൗതമിന് വാശി.
നിനക്ക് ചെറിയൊരു വേദന പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ശഠിക്കുന്നു ദേ ഇവള്. നിന്നെ പുറത്താക്കിയേ അടങ്ങുമെന്ന് നിർബന്ധം പിടിക്കുന്നു ഏട്ടത്തി. ഉള്ളത് പറയാലോ, നിന്റെ ഇവിടത്തേക്കുള്ള വരവ് വെറും ഒരു വരവല്ല. നോക്ക്, സത്യം പറയാതെ ഇനി ഇവിടെ തുടരാമെന്ന് നീ കരുതണ്ട. പറ, ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം? പറയാൻ. പറയാൻ നീ ആരാ? ഞാൻ ആരുമില്ലാത്തവളാ. ഈ സ്ഥിരം പറയുന്ന ഏർപ്പാട് ഇവിടെ വേണ്ട. ഒന്ന് മാറ്റിപ്പിടി. ഏതനാഥയാണെങ്കിലും അവർക്കൊരു കഥ കാണുമല്ലോ, അത് പറ. ഉള്ള കാര്യം പറഞ്ഞില്ലേ, പിന്നെ എന്താ നിനക്ക് അറിയേണ്ടത്? നീ അവിടെ അടങ്ങി നിൽക്കുന്നിതി. ഞാൻ ചോദിച്ചോളാം ഇവളോട്. ഇവൾ ആരാ എന്താന്ന് അറിഞ്ഞേ പറ്റൂ. നാളെ ഇവൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പോലീസിനോടെങ്കിലും ഒന്ന് പറയാൻ ഒരു വ്യക്തത വേണമല്ലോ. ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഇവള് പറയട്ടെ. പറഞ്ഞാൽ മാത്രം ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവള് പറ, നീ എവിടെ നിന്നാ വന്നത്? ഇത്രയും കാലം നീ എവിടെയായിരുന്നു? വാ തുറന്ന് പറയടി അങ്ങോട്ട്. നിർമ്മല ആന്റിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓ, എന്തുകൊണ്ടില്ല? ഒരു അനാഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? ഒരാപത് ഘട്ടത്തിൽ ഗൗതമിന്റെ ജീവൻ രക്ഷിച്ച ആളായതുകൊണ്ട് ഈ ആന്റിയെ ദൈവം സഹായിച്ചു. ഇവിടെ ജോലിക്ക് നിർത്തി, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ആന്റി ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ ഒന്നും തരാൻ നിർമ്മല ആന്റിക്ക് പറ്റുകയില്ല. ഓ, നിന്റെ ഈ നിർമ്മല ആന്റി ഉത്തരം പറയില്ല എന്നാണോ, അതോ ഉത്തരം പറയാൻ നീ സമ്മതിക്കില്ല എന്നാണോ? അതെങ്ങനെ വേണമെങ്കിലും ആന്റിക്ക് എടുക്കാം. ഈ ആന്റിയെ ഇവിടെ ജോലിക്ക് നിർത്തിയത് ഗൗതമാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഗൗതമിന്റെ അടുത്ത് തന്നെ പോയി ചോദിച്ചോളൂ. അല്ലാതെ ഈ പാവത്തിനെ ഇങ്ങനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത് പീഡിപ്പിക്കുകയല്ല വേണ്ടത്. പിന്നെ ഞാൻ ഇടപെടുന്ന കാര്യമാണെങ്കിൽ പ്രായത്തിൽ മുതിർന്ന ഒരാളോട് അഹങ്കാരവും അപമര്യാദയും കാണിക്കാൻ പോയാൽ ഞാൻ ചിലപ്പോ ഇടപെട്ടൂന്നിരിക്കും. അതിന് വേറൊരു കാര്യവും കാണാൻ നോക്കണ്ട. ആന്റി പോയി ആന്റിയുടെ ജോലി നോക്ക്, ചെല്ല്. ശിവാനി ഒന്ന് വാ.